ഡിസ്പെൻസേഷൻ ഓഫ് കാനോല മിശ്ര വിവാഹത്തെ പറ്റി ഞാൻ കുറച്ച് വീഡിയോകൾ നമ്മൾ ചെയ്തിരുന്നു. എന്തേ ബാക്കി ചെയ്യാത്തതെന്ന് ചോദിച്ച് പലരും പേഴ്സണലായിട്ട് വിളിച്ചു തുടങ്ങി. അതുകൊണ്ട് ബാക്കി പറയുകയാണ്. ഡിസ്പെൻസേഷൻ ഓഫ് കാനോല മിശ്ര വിവാഹത്തിന് പറയുന്ന വാഗ്ദാനങ്ങളിലെല്ലാം നാം ഒപ്പിടേണ്ടതുണ്ടോ? ഇല്ല എന്ന് പറയാം. ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് മിശ്ര വിവാഹത്തെ പറ്റിയാണ് പറയുന്നത്. ഡിസ്പെൻസേഷൻ ഓഫ് കാനോൺ ലോ. എങ്ങനെയാണ് ഡിസ്പെൻസേഷൻ ഓഫ് കാനോണിലേക്ക് അപേക്ഷിക്കേണ്ടത്? അത് ആരോട് അപേക്ഷിക്കണം? ഒപ്പുകൾ ആരുടെയൊക്കെ വേണം? വാഗ്ദാനങ്ങളിൽ ആരുടെയൊക്കെ ഒപ്പുകൾ വേണം? ഡിസ്പെൻസേഷൻ ഏതെല്ലാം സഭകളിലും രാജ്യങ്ങളിലും ഉണ്ട് എന്നുകൂടി ഇതിലൂടെ പറയാണ്. ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കാനൻ നിയമത്തിലെ ഒരു ഡിസ്പെൻസേഷൻ എന്നത് ഒരു പ്രത്യേക കേസിൽ ന്യായവും ന്യായയുക്തവുമായ കാരണത്താൽ അതിന് യോഗ്യതയുള്ള അധികാരം നൽകുന്ന ഒരു സഭാ നിയമത്തിന്റെ ഇളവാണ് ഡിസ്പെൻസേഷൻ ഓഫ് കാനോൺ ലോ എന്ന് പറയുന്നത്. അത് ക്രൈസ്തവ സഭയിൽ ഒരു കത്തോലിക്ക കുടുംബത്തിൽ ഉൾപ്പെട്ട ഒരു വരനോ വധുവോ ആണെങ്കിൽ വിവാഹം രജിസ്റ്റർ മാത്രമല്ല ക്രൈസ്തവ ദേവാലയങ്ങളിൽ വെച്ച് കൂടി നടത്തണമെന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ, ഉദാഹരണമായിട്ട് ഒരു രജിസ്റ്റർ വിവാഹം നടത്തുന്നവർക്ക് ക്രൈസ്തവ ദേവാലയങ്ങളിൽ വെച്ച് കുർബാന നടത്തുമെന്നോ അല്ലെങ്കിൽ വിവാഹം നടത്തുമെന്നോ നിർബന്ധമൊന്നുമില്ല. അപ്പോൾ അവരെന്ത് ചെയ്യും? രജിസ്ട്രേഷൻ മാത്രമാകും. എന്നാൽ ചിലരെ സംബന്ധിച്ചിടത്തോളം അത് ക്രൈസ്തവ ദേവാലയങ്ങളിൽ വെച്ച് നടത്തണം എന്ന് മാതാപിതാക്കളുടെ ആഗ്രഹവും ആ വധുവരന്മാരുടെ ആഗ്രഹവും ആണെങ്കിൽ തീർച്ചയായിട്ടും ഡിസ്പെൻസേഷൻ ഓഫ് കാനോൺ ലോയ്ക്ക് വേണ്ടിയിട്ട് അപേക്ഷിക്കുകയും അത് രൂപതാധികാരിയിൽ നിന്നും നമ്മുടെ പാരിഷ് വികാരിയിൽ നിന്നും അനുവാദം വാങ്ങിക്കേണ്ടതുണ്ട്. വിവാഹം രജിസ്റ്റർ ചെയ്ത സർട്ടിഫിക്കറ്റും കത്തോലിക്കരായ വധുവിനെയോ വരനെയോ സംബന്ധിക്കുന്ന രേഖകൾ, അതായത് അവരുടെ ബാപ്റ്റിസം, ഉദാശ സ്വീകരണങ്ങൾ ഉണ്ടെങ്കിൽ മാത്രം, അതായത് അതിൻ്റെയൊക്കെ സർട്ടിഫിക്കറ്റുകൾ ഉണ്ടെങ്കിൽ, കൂടാതെ രജിസ്റ്റർ ചെയ്തല്ലെങ്കിൽ പ്രായപൂർത്തിയാകുന്ന സർട്ടിഫിക്കറ്റ്, അതായത് SL സർട്ടിഫിക്കറ്റ്. ഉദാഹരണമായിട്ട് ഒരു 18 വയസ്സ് തികയാത്ത കുട്ടിയെയാണ് വിവാഹത്തിനോട് കൊണ്ടുവരുമെന്ന് വിചാരിക്കുക. പഴയ ക്രൈസ്തവ നിയമത്തിൽ വ്യത്യസ്തമായിട്ട് ഇപ്പൊ 18, 21 ആക്കിയല്ലോ സ്ത്രീയുടെയും പുരുഷന്റെയും പ്രായം. അപ്പൊ ആ നിലയ്ക്ക് 18 വയസ്സ് താഴെയുള്ള ഒരു കുട്ടിയുടെ വിവാഹം പള്ളിയിൽ വെച്ച് നടത്തണമെങ്കിൽ പള്ളി വികാരിക്ക് ആ കുട്ടിയെ കാണുമ്പോൾ ആ പ്രായം തോന്നിയില്ല എങ്കിൽ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെടാം. സ്കൂൾ സർട്ടിഫിക്കറ്റോ അതിനോട് ബന്ധപ്പെടുന്ന ആ വയസ്സ് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടിട്ട് അത് തീരുമാനിക്കാം. കൂടാതെ മറ്റേതെങ്കിലും ദേവാലയത്തിൽ വെച്ചാണ് വിവാഹം ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ അവിടുത്തെ വൈദികന്റെ അനുമതികളും കൊണ്ടുവരണം. വരനും വധുവും വിവാഹം കഴിച്ചതല്ലെങ്കിൽ അവരുടെ ഇരുമതങ്ങളിലെ പെട്ട മാതാപിതാക്കളും കൂടാതെ അടുത്ത ബന്ധുക്കളും കൂടി വേണമെന്നുള്ളതാണ്. അത് നിർബന്ധവുമല്ല. ചിലരെ സംബന്ധിച്ചിടത്തോളം ആ പെൺകുട്ടിയുടെ അല്ലെങ്കിൽ പുരുഷന്റെ, അതായത് അന്യമതത്തിൽപ്പെടുന്ന പുരുഷന്റെയോ പെൺകുട്ടിയുടെയോ മാതാപിതാക്കൾക്ക് താല്പര്യമില്ല എങ്കിൽ അവർ വരില്ല. അവിടെ വധുവിന്റെയും വരന്റെയും ഏതെങ്കിലും ഒരു വിഭാഗത്തിന് മാതാപിതാക്കളുടെ കൺസെന്റ് മതിയാവും. നമ്മൾ ആദ്യം ആരെയാണ് സമീപിക്കേണ്ടത്? സമീപിക്കേണ്ടത് ആദ്യം ചെല്ലേണ്ടത് ഇടവകാരിയാണ്, അതായത് പള്ളി വെച്ച് നടത്തണമെങ്കിൽ. അദ്ദേഹം പലപ്പോഴും മൂലമുള്ള പല രേഖകൾ ആവശ്യമുള്ളത് ചേർത്തുകൊണ്ട് ഔപചാരിക ഹർജി അപേക്ഷ രൂപത ബിഷപ്പിനോ ട്രൈബ്യൂണലിനോ, അതായത് രൂപത ട്രൈബ്യൂണലിനോ സമർപ്പിക്കും. പ്രത്യേകിച്ച് വിവാഹം, നേർച്ച അല്ലെങ്കിൽ തിരുനാൾ ദിന തടസ്സങ്ങൾ കാനോനിക നിയമത്താൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു രീതി. ഈ നേർച്ച എന്ന് ഉദ്ദേശിക്കുന്നത് ഞാൻ ഇതിന്റെ മുമ്പുള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തിരുനാൾ ദിന തടസ്സങ്ങൾ ഉദ്ദേശിക്കുന്നത് അതെന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു ബാപ്റ്റിസത്തിന് വരാവുന്ന തടസ്സങ്ങൾ അതിനെപ്പറ്റിയും ഇതിന് തൊട്ടു മുമ്പുള്ള വീഡിയോകളിൽ നൽകിയിട്ടുണ്ട്. നിങ്ങളുടെ ഇടവക വികാരിയാണ് സമീപിക്കേണ്ടത്. ആദ്യത്തേതായിട്ട് നിങ്ങളുടെ പ്രാദേശിക പുരോഹിതരിൽ നിന്ന് അല്ലെങ്കിൽ
ഒരു ആ ചർച്ചയുള്ള നിയുക്ത ചാപ്പിൽ നിന്ന് ആരംഭിക്കണം ഈ അപേക്ഷകളുടെ ആദ്യത്തെ പടി. അവർ കാനോൻ നിയമം ആവശ്യപ്പെടുന്ന ന്യായവും ന്യായയുക്തമായ കാരണം വിലയിരുത്തേണ്ടത് ആവശ്യമാണ്. അതായത് നാം പറയുന്ന കാരണങ്ങൾ, ഈ ക്രൈസ്തവ ദേവാലയത്തിൽ വെച്ച് വിവാഹം നടത്തണം എന്ന് ആഗ്രഹിക്കുന്നതിനുള്ള കാരണം എന്താണെന്ന് നാം വൈദികനെ ബോധ്യപ്പെടുത്തണം. വിശ്വാസത്തിന്റെ ആധിക്യത്താലാകാം, അല്ല പാരമ്പര്യത്തിൻ്റെതാകാം, അതല്ലെങ്കിൽ ഒരു നിഷ്കർഷിച്ച് കാര്യം മാതാപിതാക്കൾ നിഷ്കർഷ കൊണ്ടോ അല്ലെങ്കിൽ വധുവരന്മാരുടെ നിർബന്ധമായ താല്പര്യം കൊണ്ടോ ആ ഒരു തലത്തിലുള്ള കാരണം അച്ഛന് അല്ലെങ്കിൽ വികാരിക്ക് നാം പറഞ്ഞു കൊടുക്കേണ്ടതാണ്. ഈ അഭ്യർത്ഥനയ്ക്ക് ഈ അപേക്ഷയ്ക്ക് നിർദ്ദിഷ്ടമായ ആ നിയമമോ തടസ്സമോ വ്യക്തമായിട്ട് അതിൽ രേഖപ്പെടുത്തുക. എന്ത് കാരണത്താലാണ് ഈ ഡിസ്പെൻസേഷൻ ആവശ്യമെന്ന്. ഉദാഹരണമായിട്ട് ഇതര മതത്തിൽ നിന്നുള്ള വിവാഹം, ആരാധനയിലുള്ള അസമത്വം, വ്യത്യസ്ത ആരാധനയുള്ള, ഉദാഹരണമായിട്ട് ഒരു ക്രൈസ്തവര് തന്നെയായിരിക്കാം വ്യത്യസ്ത കത്തോലിക്ക സഭയിൽ പെടാത്ത സഭയിൽപ്പെടുന്നതാകാം. അപ്പൊ അങ്ങനെയുള്ള ആ ഒരു തലത്തില് ആ ആരാധന അസമത്വവും നമ്മൾ പറയണം. പിന്നെ രക്തബന്ധം, ഉദാഹരണമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്, ആംഗ്ല പെങ്ങാമാരുടെ മക്കള്, സഹോദരി സഹോദരന്മാര്, അങ്കിൾ, നെഫ്യോ, നീസ് എന്ന തലത്തിലേക്ക് വരുമ്പോൾ ആ ബന്ധം, ആ രക്തബന്ധം അല്ലെങ്കിൽ ഒരു പ്രത്യേക കാനോനിക്കൽ ആവശ്യകത അതിൽ പറയണം. അതായത് എനിക്ക് പരിചയമുള്ള ഒരു വ്യക്തിയുണ്ട്. ആ വ്യക്തിയെ തൻ്റെ അങ്കിളിന്റെ മോളെയാണ് കെട്ടിയത്. അപ്പൊ ആ നിലയ്ക്ക് അങ്ങനെ വന്നപ്പോ എന്താണ്, ആകെ ഡിസ്പെൻസേഷനോട് ആവശ്യമായിട്ട് വന്നു. കാരണം അവർ തമ്മിൽ വിവാഹം, വ്യക്തിബന്ധം തമ്മിൽ വിവാഹം നടത്തില്ല. ഇപ്പൊ ഹൈന്ദവരിൽ പോലും ആ ഒരു തലത്തില് പറയുന്നുണ്ട്, രക്തബന്ധത്തിലുള്ള വിവാഹത്തെ അവര് നിരുത്സാഹപ്പെടുത്താൻ പറ്റിയിട്ടുള്ള ഒരു നിയമം വരെയുണ്ട്. പക്ഷെ എല്ലാ ജാതികളിലും അത് ഉണ്ട് എന്ന് ഉറപ്പിക്കാൻ പറ്റില്ല. ഈ കാരണങ്ങൾ, ഞാൻ പറഞ്ഞ കാരണങ്ങൾ വെച്ചുകൊണ്ട് ആ അപേക്ഷയിൽ ഔപചാരികമായിട്ട് ആരെഴുതണം, ആ ഹർജിയിൽ വികാരി അച്ഛൻ അല്ലെങ്കിൽ ആ ചാപ്ലിൻ അതിൽ രേഖപ്പെടുത്തണം ആ കാരണം, ഔദ്യോഗികമല്ല. ഇനി വിവാഹ അഭ്യർത്ഥനയ്ക്ക് ആണെങ്കിൽ ബിഷപ്പിനോ രൂപത ചാൻസലറിനോ അയക്കുന്നതിന് ആവശ്യമായ രേഖകൾ, അതായത് വിവാഹത്തിന് തയ്യാറെടുപ്പിനുള്ള ഫോമുകൾ പൂരിപ്പിക്കാൻ വേണ്ടിയിട്ട് അത് വികാരി അച്ഛൻ സഹായിക്കും. അല്ലെങ്കിൽ ഒന്നുകിൽ വികാരി എഴുതും, അതല്ലെങ്കിൽ എന്തൊക്കെയാണ് പൂരിപ്പിക്കേണ്ടതെന്ന് അച്ഛൻ നമ്മുടെ അടുത്ത് നിന്ന്, അച്ഛൻ്റെ സമീപത്തു നിന്നായിരിക്കും നമ്മൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിന് മുമ്പിൽ നിന്നായിരിക്കും നമ്മൾ അപേക്ഷ പൂരിപ്പിക്കുന്നത്. അപ്പൊ ഏതൊക്കെ ചെയ്യണം, എങ്ങനെയൊക്കെ ചെയ്യണമെന്ന് അദ്ദേഹം പറഞ്ഞു തരും. നിയമത്തിന്റെ ഉദ്ദേശത്തെക്കാൾ കൂടുതലായ ഒരു നിയമാനുസൃതവും ഗൗരവമേറിയതുമായ കാരണത്തെ അടിസ്ഥാനമാക്കിയതായിരിക്കണം ഈ അഭ്യർത്ഥന, ഈ അപേക്ഷ. ഇത് അനുമതി സാധ്യതയുള്ളതാണെന്ന് വികാരിയോ ചാപ്പിനോ ഉറപ്പിക്കണം. അതായത് ഈ സാങ്ഷൻ രൂപത ബിഷപ്പിൽ നിന്ന് അല്ലെങ്കിൽ അവിടുത്തെ ചാൻസലറിൽ നിന്ന് നമുക്ക് കിട്ടില്ല എന്ന് ഉറപ്പുള്ളത് വിചാരിച്ച് നൽകാനാവില്ല. കാരണം ആ ഡിസ്പെൻസേഷന് അത് കാര്യകാരണമായിരിക്കണം ആ നൽകുന്ന അപേക്ഷ. ചില അധികാരങ്ങൾ പ്രാദേശിക പുരോഹിതന്മാർക്ക് നിയുക്തമായിട്ടുണ്ടെങ്കിലും, അതായത് ബിഷപ്പ് നൽകിയിട്ടുള്ളതാണെങ്കിലും പ്രധാന അനുമതികൾ നൽകേണ്ടത് ആരാണ്? ബിഷപ്പും ബിഷപ്പ് അനുവദിക്കുന്ന വികാരി ജനറലോ, വി സി എന്ന് പറയും. വികാരി ജനറലോ അപ്പോസ്റ്റലിക് സിംഹാസനത്തിനോ നിഷിദ്ധമാണ്. അതായത് ഫൊറോന വികാരിമാരിലൂടെ ആണ് ചില കാര്യങ്ങൾക്കൊക്കെ തീരുമാനമാകുന്നത്. അതായത് ഒരു വിളിച്ചുകൊല്ലല്, ഒരു കല്യാണത്തെ വിളിച്ചുകൊല്ലല്, 3 വിളിച്ചുകൊല്ലലാണ് പറയേണ്ടത്. ഒരു പ്രഖ്യാപിക്കല്, കാര്യം വധുവും വരനും വിവാഹം ചെയ്യുന്നതിൽ തങ്ങൾക്ക് തടസ്സമില്ല എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു വിളിച്ചുകൊല്ലൽ പള്ളിയിൽ നടത്തണം. അത് 3 പ്രാവശ്യം ചൊല്ലും. ആ 3 വിളിച്ചുകൊല്ലലിന് ഇപ്പൊ സമയക്രമം, അതായത് വിദേശത്താണ് ചെക്കൻ അല്ലെ സ്ത്രീ എങ്കിൽ ചിലപ്പോൾ 3 വിളിച്ചുകൊല്ലൽ നടത്താൻ പറ്റില്ല. അപ്പൊ ആ നിലയ്ക്ക് അത് ഒഴിവാക്കാൻ വേണ്ടി പറ്റുന്ന ബിഷപ്പിന്റെ അടുത്ത് പോകണമെന്നില്ല. അത് ഫൊറോന വികാരിച്ചനും ഫൊറോന വികാരിക്കും നടക്കും. അതുമല്ലെങ്കിൽ മാത്രമാണ് മുകളിലേക്ക്. അതിനുള്ള അധികാരം ബിഷപ്പ് നൽകിയിട്ടുണ്ട്. വിവാഹ കേസുകളിൽ കത്തോലിക്ക കക്ഷി പലപ്പോഴും ഒരു പ്രഖ്യാപനത്തിലും വാഗ്ദാനത്തിലും ഒപ്പിടണം. അതായത് കത്തോലിക്ക കക്ഷി എപ്പോഴും സഭ പറയുന്ന പ്രഖ്യാപനത്തിലും വാഗ്ദാനത്തിലും ഒപ്പിട്ടിരിക്കണം. കൂടാതെ കത്തോലിക്കരല്ലാത്ത കക്ഷിയെ ഈ വാഗ്ദാനത്തെ കുറിച്ച് അറിയിക്കണം. ഉദാഹരണമായി, എൻ്റെ മോളാണ് അക്രൈസ്തവനെ കെട്ടുന്നത് എങ്കിൽ വേണ്ടത് എന്ത് വേണം? ഈ വാഗ്ദാനത്തിൽ പറയുകയാണ്,
നിന്നിലുണ്ടാകുന്ന സന്താനങ്ങളെ ക്രൈസ്തവരായി വളർത്താമെന്നും ആ ജ്ഞാനസ്നാനം നോക്കിക്കോളാമെന്നും ഉത്തമ കത്തോലിക്ക വിശ്വാസത്തെ വളർത്താമെന്നും ഒരു വാഗ്ദാനമുണ്ട്. ആ വാഗ്ദാനത്തോടും എന്നാൽ ആ ഹൈന്ദവനായ അല്ലെങ്കിൽ മുസ്ലിമായ ആ വരനെ സംബന്ധിച്ചിടത്തോളം അവരുടെ മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ബന്ധുക്കളെ സംബന്ധിച്ചിടത്തോളം ആ വാഗ്ദാനങ്ങൾ എപ്പോഴൊന്നില്ല. കാരണം അത് അവരുടെ വിശ്വാസത്തിനപ്പുറമാണത്. അവര് തീരുമാനിക്കുന്നത് ചിലപ്പോൾ ക്രൈസ്തവരായിട്ട് വളർത്താനായിരിക്കില്ല. അപ്പോൾ ആ വാഗ്ദാനങ്ങളിൽ അവരൊപ്പിടാനായിട്ട് ഒരു കത്തോലിക്ക സഭയിലെയും വൈദികനെ നിർബന്ധിക്കാനാവില്ല, ഒരു ബിഷപ്പിനും നിർബന്ധിക്കാനാവില്ല. അങ്ങനെ ഒപ്പിട്ടെങ്കിൽ തന്നെയും അത് കാര്യമായിട്ട് എടുക്കാറുമില്ല. ആ ഒരു വാഗ്ദാനത്തെ ഒപ്പിടാത്ത കാര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളത്. വാഗ്ദാനങ്ങൾ പലപ്പോഴും തെറ്റാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കാര്യം ചിലപ്പോൾ ഒരു ഹൈന്ദവനായ ഒരു വരനാണെങ്കിൽ പെൺകുട്ടിയെ അങ്ങോട്ടായിരിക്കും കൊണ്ടുപോകുന്നത്. എന്നാൽ ഒരു ക്രൈസ്തവനായ ആൺകുട്ടിയാണ് കെട്ടുന്നതെങ്കിലോ ആ പെൺകുട്ടിയെ ക്രൈസ്തവ വിശ്വാസത്തെ വളർത്താൻ പറ്റും. ആ ഒരു തലത്തിൽ അവർ രണ്ടുപേരും തമ്മിൽ ചിന്തിച്ചുകൊണ്ട് ചില സസ്നേഹം എന്നുള്ള സിനിമ അതുപോലെ പല സിനിമകളിലൂടെ കണ്ടിട്ടുണ്ട്. ഒരു മിശ്ര വിവാഹത്തിൽ ഉണ്ടാകുന്ന ചില ബുദ്ധിമുട്ടുകൾ കുട്ടി ഉണ്ടാകുമ്പോഴായിരിക്കും ചില പ്രോബ്ലംസ് ഉണ്ടാകുന്നത്. ഈ ജ്ഞാനസ്നാനപ്പെടുത്താനായിട്ട് ബന്ധുക്കൾ പറയുകയും അങ്ങനെ ചില പ്രോബ്ലംസ് ഉണ്ടായി വിവാഹമോചനത്തിന് എത്തുന്ന ഒത്തിരി സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഈ വാഗ്ദാനങ്ങളിൽ ചില ഒപ്പിനും അതിനൊക്കെ ചെറിയൊരു ഡിസ്പെൻസേഷൻ പറയുന്നത്. കത്തോലിക്ക വിവാഹത്തിൽ മരണം വരെ വേർപിരിയില്ലെന്നത് സഭയുടെ മുമ്പിൽ ഏറ്റുപറയുന്ന വാഗ്ദാനമാണ്. എന്നാൽ ഒരാഴ്ച പോലും കഴിയാതെ ആ അത് ലംഘിക്കുന്ന യുവതലമുറകളാണ് നമുക്കുള്ളത്, അല്ലേ? എനിക്കറിയാവുന്ന ഒത്തിരി. കാരണം വിവാഹം കഴിഞ്ഞ് പിറ്റേ ദിവസം ഡൈവേഴ്സ് വേണ്ടി ചെയ്യുന്നവരുണ്ട്. എന്നാൽ അതുപോലെ തന്നെ വിവാഹം കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞിട്ട് വിവാഹമോചനത്തിന് വേണ്ടി പോകുന്നവരുണ്ട്. അപ്പോൾ എന്താണ്, നമ്മളുടെ വിവാഹവേദിയിൽ വൈദികന്റെയും കത്തോലിക്ക സഭയുടെയും ജനങ്ങളുടെയും മുമ്പിൽ എടുത്തിരിക്കുന്ന വാഗ്ദാനവും എഗ്രിമെന്റും അവിടെ തീരുകയല്ലേ, തകരുകയല്ലേ, ലംഘിക്കപ്പെടുകയല്ലേ? അപ്പൊ വാഗ്ദാനങ്ങൾ എപ്പോഴും അങ്ങനെയാവണമെന്നില്ല. ഏത് തരത്തിലും വാഗ്ദാനങ്ങളിൽ ഉറപ്പിച്ചു നിൽക്കാവുന്ന ഒരു തലമല്ലേ ഇന്നത്തെ കാലം. മാമോദീസ സമയത്ത് ജ്ഞാനസ്നാന മാതാപിതാക്കൾ ചില വാഗ്ദാനങ്ങളൊക്കെ ചെയ്യാറുണ്ട്, അതും നിർവഹിക്കാറില്ല. കാരണം പലപ്പോഴും മാമോദീസ കഴിഞ്ഞ് അതിൻ്റെയൊക്കെ ആഘോഷം കഴിഞ്ഞ് പിന്നെ തിരിഞ്ഞു നോക്കാത്ത ഒത്തിരി ജ്ഞാനസ്നാന മാതാപിതാക്കൾ വരെ ഉണ്ടല്ലോ. ആയതുകൊണ്ടാണ് വാഗ്ദാനം എന്നത് ഒരു നിബന്ധനയാണ്, നിർബന്ധമല്ല. ഞാനതിന് വെള്ളപൂച്ചക്കല്ല കേട്ടോ, പുരോഗതി ഇല്ലാത്തത് കൊണ്ട് തുറന്ന് പറഞ്ഞതേ ഉള്ളൂ. ഞാൻ തെറ്റായിട്ടല്ല പറയുന്നത്, മാതാപിതാക്കളുടെ ഭാഗത്ത് നിന്നാണ് സംസാരിക്കുന്നത്, അതോടൊപ്പം സഭയുടെ ഭാഗത്ത് നിന്നും. ഹർജികൾ പരിഗണിക്കാനായിട്ട് കുറച്ച് കാലതാമസം വരും. കാരണം എന്താണ്, അന്വേഷണങ്ങൾ നടത്തും. ഇപ്പോ പിതാവിന്റെ അടുത്ത്, അതായത് ബിഷപ്പിന്റെ അടുത്ത് നമ്മൾ ഈ അപേക്ഷയുമായി ചെന്ന് കഴിയുമ്പോൾ അതിനെപ്പറ്റി അന്വേഷിച്ചിട്ടാണ് അതിൽ തീർപ്പ് വരുന്നത്. ആ അപേക്ഷയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ശരിയാണോ, നീതിയുക്തമാണോ, സത്യമാണോ എന്നൊക്കെ പരിശോധിക്കാനുണ്ട്. അതുകൊണ്ട് ആ ഒരു കാലതാമസം വരും. ആയതിനാൽ നമ്മൾ വിവാഹം നടത്തണമെന്ന് ആഗ്രഹിക്കുന്നതിന് മുൻകൂട്ടി തന്നെ ഈ അപേക്ഷ നൽകേണ്ടതാണ്. ഇനി ഒരു അനുമതി ആവശ്യമുള്ള സാധാരണ സാഹചര്യങ്ങളിൽ ഒരു കത്തോലിക്കനും സ്നാനമേറ്റിട്ടില്ലാത്ത, അതായത് അക്രൈസ്തവരെങ്കിലും സാൽവേഷൻ ആർമി പോലുള്ള ക്രൈസ്തവ വിഭാഗത്തിൽപ്പെടുന്നവരായിരുന്നു. ഈ സാൽവേഷൻ ആർമി എന്ന് പറയുന്നത് കുദാശകളൊന്നും അവർക്ക് ആ സഭയിൽ. അതിനെപ്പറ്റി ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പൊ സാൽവേഷൻ ആർമിക്ക് ക്രൈസ്തവ മതത്തിലുള്ള അല്ലെങ്കിൽ കത്തോലിക്ക മതത്തിലുള്ള പെൺകുട്ടിയെ കെട്ടണമെങ്കിൽ, ഒരു പുരുഷനെ കെട്ടണമെങ്കിൽ തീർച്ചയായിട്ടും ജ്ഞാനസ്നാനം ഏൽക്കാത്തവരാണ്. അപ്പൊ അവർ തമ്മിലുള്ള വിവാഹം, വ്യക്തിയും അതിൽപ്പെടുന്ന വ്യക്തിയും തമ്മിലുള്ള വിവാഹം, അല്ലെങ്കിൽ ഒരു കത്തോലിക്കനും സ്നാനമേറ്റിട്ടില്ലാത്ത കത്തോലിക്കരല്ലാത്ത വ്യക്തിയും അക്രൈസ്തവനായിട്ടുള്ള വ്യക്തിയും തമ്മിലുള്ള വിവാഹം, ഡീറ്റെയിൽഡ് എല്ലാം. കാരണം ആ വ്യക്തി വേറെ വിവാഹം കഴിച്ചിട്ടുണ്ടോ, വിവാഹം കഴിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ കൂടി സ്ഥിരീകരിക്കേണ്ടതുണ്ട്. എന്തെങ്കിലും വിവാഹമോചന കേസിൽ പെടുന്നവരാണെങ്കിൽ അതിന്റെ വ്യക്തത വരുത്തണം. കാരണം അത് മറ്റേ വിവാഹമോചനം ക്ലിയർ ആയോ, കോർട്ട് വഴി നടത്തിയോ എന്നൊക്കെ കൂടി അന്വേഷിക്കേണ്ട ഒരു ചുമതല ഈ ഡിസ്പെൻസേഷൻ നൽകുന്ന പുരോഹിതനുണ്ട്. അപ്പൊ ആയതുകൊണ്ട് ആ വിവാഹം, ആ ഡീറ്റെയിൽസ് ഒക്കെ ശേഖരിക്കുന്നത് പാരിഷ് പ്രീസ്റ്റ് അല്ലെങ്കിൽ ഡീക്കൻ എന്നിവരാണ് വിവരങ്ങളൊക്കെ ശേഖരിക്കുന്നത്. കത്തോലിക്ക പാർട്ടി കത്തോലിക്ക വിഭാഗത്തിൽ പെടുന്നവരെ അവരുടെ വിശ്വാസം നിലനിർത്താനുള്ള
വാഗ്ദാനങ്ങളൊക്കെ മനസ്സിലാകുന്നുവെന്ന് ഉറപ്പാക്കണം. ഒപ്പിടേണ്ട അപേക്ഷാ ഫോം അവരുടെ സാന്നിധ്യത്തിലാണ് പൂരിപ്പിക്കേണ്ടത്. അതായത് അച്ഛന്റെയോ ഡീക്കന്റെയോ സഭ പറയുന്ന തലത്തിലുള്ള ആ ഒഫീഷ്യൽസിന്റെ മുമ്പിൽ വെച്ചിട്ടാണ് ആ വാഗ്ദാന ഫോം പൂരിപ്പിക്കേണ്ടത്. ആവശ്യമായ വിശദാംശങ്ങൾ എന്ന് പറയുന്നത് പേരുകൾ വേണം, തീയതികൾ വേണം, വിവാഹ സ്ഥലം, അല്ല അഭ്യർത്ഥനയ്ക്കുള്ള കാരണം, ഇതെല്ലാം കൊണ്ടാണ് നമ്മൾ പുരോഹിതന് കൊടുക്കുന്നത്. കത്തോലിക്ക അല്ലാത്ത പള്ളിയിലാണ് വിവാഹം നടക്കുന്നതെങ്കിൽ അവർ ചടങ്ങുകൾ അവിടെ നടത്തുമെന്ന് സ്ഥിരീകരിക്കാൻ ഒപ്പിടാൻ അവർ ആവശ്യപ്പെട്ടേക്കാം. ഉദാഹരണമായി വിവാഹം കഴിക്കുന്ന ഒരു മാർത്തോമ അല്ലെങ്കിൽ യാക്കോബറ്റ് പള്ളിയിലെ, അതായത് കത്തോലിക്ക വിഭാഗത്തിൽപ്പെടാത്ത ഒരു പള്ളിയിലേത് ആണ് എങ്കിൽ തീർച്ചയായിട്ടും അവിടെ ആ ചടങ്ങുകൾ, കാരണം ഒരു കത്തോലിക്ക പെൺകുട്ടിയെ അല്ലെ ആൺകുട്ടിയെ വിവാഹം നടത്താനായിട്ട് അവർ ഓക്കെയാണെന്ന് സ്ഥിരീകരിക്കുന്ന ഒരു ഒപ്പ് അല്ലെങ്കിൽ ഒപ്പിടണം എന്ന് പറയുകയാണ്. അത് ആരാവശ്യപ്പെടും? വികാരിയോ അല്ലെങ്കിൽ അതിനോട് ബന്ധപ്പെടുന്ന ഒഫീഷ്യൽസോ ആവശ്യപ്പെടും. ആ ചടങ്ങുകൾ അവിടെ നടത്തുമെന്ന് ഉറപ്പിക്കുന്ന, സ്ഥിരീകരിക്കുന്ന ഒരു സൈൻ. ഇതിലൂടെ കുടുംബൈക്യം നിലനിർത്തുക, കത്തോലിക്കനല്ലാത്ത പങ്കാളിയുടെ വിശ്വാസത്തെ ബഹുമാനിക്കുക, അല്ലെങ്കിൽ ഒരു കത്തോലിക്കൻ സ്നാനമേറ്റിട്ടില്ലാത്ത ഒരാളെ വിവാഹം കഴിക്കുമ്പോൾ ഡിസ്പാരിറ്റി ഓഫ് കൾട്ട്, അതായത് ആരാധനകളിലുള്ള അസമത്വം, അതാണ് ഡിസ്പാരിറ്റി ഓഫ് കൾട്ട്. ആരാധനയുള്ള അസമത്വം, അതായത് ഒരാൾ ഹൈന്ദവ വിശ്വാസമായിരിക്കും, മറ്റൊരാള് ക്രിസ്തുവിലുള്ള വിശ്വാസമായിരിക്കും, എന്നാൽ ഒരാള് മുസ്ലിം വിശ്വാസമായിരിക്കും, മറ്റൊരാള് ക്രൈസ്തവ വിശ്വാസമായിരിക്കും, അല്ലെങ്കിൽ ഒരാള് മാതാവിനോടുള്ള വിശ്വാസമായിരിക്കും, മറ്റേ സഭാവിഭാഗം മാതാവിന്റെ വിശ്വാസമില്ലാത്തവരായിരിക്കാം, ചിലപ്പോൾ കുദാശകളിൽ വിശ്വാസമില്ലാത്തവരായിരിക്കാം. കാരണം സാൽവേഷൻ ആർമിക്ക് കുദാശകളില്ല, അപ്പോൾ കുദാശകളിൽ വിശ്വാസമില്ല. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ചില പ്രശ്നങ്ങൾ ഇത് വരുമ്പോൾ അതിനെയെല്ലാം ബഹുമാനിക്കുന്ന ഒരു അവസ്ഥയാണ് കത്തോലിക്കനെ സംബന്ധിച്ചിടത്തോളം വിവാഹത്തിന്റെ കാര്യത്തിൽ ഡിസ്പെൻസേഷൻ ഓഫ് മാരേജിൽ വരുമ്പോൾ അങ്ങനെയാണ്. അതായത് ഡിസ്പെൻസേഷൻ ഓഫ് കാനോനിക്കൽ ഫോം. ഡിസ്പെൻസേഷൻ ഫ്രം കാനോനിക്കൽ ഫോമിന് ആരുടെയൊക്കെ കൺസെന്റ്, അതായത് സമ്മതങ്ങൾ വേണം എന്നൊക്കെയാണെങ്കിൽ അതിന്റെ കൊപ്പ് വേണം എന്ന് പറയുകയാണ്. കാനോൻ നിയമത്തിൽ പ്രത്യേകിച്ച് വിവാഹ തടസ്സങ്ങൾ അല്ലെങ്കിൽ മിശ്ര വിവാഹങ്ങൾക്ക് കത്തോലിക്ക വിഭാഗത്തിൽപ്പെടുന്നവരും അകത്തോലിക്കരായ, അതായത് കത്തോലിക്കേതര കക്ഷിയും അവരെ സഹായിക്കുന്ന ഡീക്കനോ പുരോഹിതനോ പെറ്റീഷൻ ഫോമിൽ ഒപ്പിടേണ്ടത് ഒരു സാധാരണ നടപടിക്രമമാണ്. അതായത് അകത്തോലിക്കനായ വധുവിന്റെ വരന്റെയോ ഇടവക വികാരി, അതായത് മാർത്തോമ യാക്കോബ് സഭ ഏതെങ്കിലും വിവാദത്തിൽപ്പെടുന്നെങ്കിൽ അവര് ഈ പെറ്റീഷൻ ഫോം, ഈ ആവശ്യപ്പെടുന്ന, അതായത് ഡിസ്പെൻസേഷൻ ഫ്രം കാനോനിക്കൽ ഫോമില് ഒപ്പിടേണ്ട സ്ഥലത്ത് ആ വൈദികനെ കൊണ്ട് ഒപ്പിടിക്കുന്നത് ഒരു സാധാരണ നടപടിക്രമം. കാര്യം അവരുടെ കൺസെന്റിലൂടെയാണ് ചെയ്യുന്നത് എന്നാണ്. ഇപ്പൊ ക്രൈസ്തവർ തമ്മിൽ ഒരു കത്തോലിക്ക സഭയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആണെങ്കിൽ പോലും ആ പള്ളിയില് കൺസെന്റ് വേണം. ആ കൺസെന്റ് ഉണ്ടെങ്കിൽ വിവാഹ നിശ്ചയം നടക്കൂ, അല്ലെങ്കിൽ വിളിച്ചു കൊല്ലം നടക്കൂ, എന്തും. ഒരു ബാപ്റ്റിസം നടക്കണമെങ്കിൽ അങ്ങനെ തന്നെ. ഇപ്പൊ കത്തോലിക്ക കക്ഷിയും കത്തോലിക്കേതര കക്ഷിയും പ്രഖ്യാപനത്തിനും വാഗ്ദാനങ്ങളിലും ഒപ്പിടേണ്ടതുണ്ട്. പ്രത്യേകിച്ച് മിശ്ര വിവാഹമോ, അതായത് കൾട്ടിന്റെ അസമത്വം, ആരാധനാപരമായ അസമത്വം ഉള്ള സന്ദർഭങ്ങളിൽ എന്തെല്ലാം കടമകളാണ് തങ്ങൾ ചെയ്യേണ്ടതുള്ളത് എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട്, മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അതിൽ ഒപ്പിടാൻ പറയുന്നത്. ദമ്പതികളെ തയ്യാറാക്കുന്ന പുരോഹിതനോ ഡീക്കനോ അതിൽ ഒപ്പിടണം. അവരുടെ സാന്നിധ്യത്തിലാണ് വാഗ്ദാനങ്ങൾ നൽകിയതെന്ന് സ്ഥിരീകരിക്കാണ്. അതായത് ഒരു വൈദികന്റെ അല്ലെങ്കിൽ ഒരു വികാരിയുടെ, ഒരു ഡീക്കന്റെ മുമ്പിൽ വെച്ചാണ് ഈ കത്തോലിക്കർ അല്ലെങ്കിൽ അകത്തോലിക്കർ അല്ലെങ്കിൽ അക്രൈസ്തവര് ഈ ഡോക്യുമെന്റേഷനിൽ ഒപ്പിടേണ്ടതുണ്ട്. അത് സ്ഥിരീകരിക്കാണ്. 3 ഒപ്പെങ്കിലും ഡോക്യുമെന്റേഷനിൽ, അതായത് ഡിസ്പെൻസേഷൻ ഫോമിൽ ഒപ്പിടണം. അതായത് കത്തോലിക്ക കക്ഷി ഇടണം, കത്തോലിക്കെതിരെ അതിൽ ഇതര മതത്തിലുള്ള ആ ഒരു കക്ഷി ഇടണം, പുരോഹിതൻ. ഇവരെ 3 പേര്, അതായത് ഓരോ പെൺകുട്ടിയെയും ഒരു ആൺകുട്ടിയും ക്രൈസ്തവ സഭയിൽ അല്ലെങ്കിൽ കത്തോലിക്ക സഭയിൽ വിവാഹം കഴിക്കണമെങ്കിൽ തന്നെ വരനും വധുവും ഒപ്പിടണം. കൂടാതെ തന്നെ അവരുടെ സാക്ഷികളും അതോടൊപ്പം തന്നെ വൈദികനും ഒപ്പിടേണ്ടത്. അതിവിടെയും ഈ ഡോക്യുമെന്റേഷനിലും
ഈ കത്തോലിക്ക കക്ഷിയും കത്തോലിക്ക ദരിദ്ര കക്ഷിയും വൈദികനും ഒപ്പിടേണ്ടതുണ്ട്. പിന്നെ ഈ വാഗ്ദാനങ്ങളുടെ ഇടയ്ക്ക് ഒരു കക്ഷിക്ക്, ഒരു അക്രൈസ്തവരായ കക്ഷിക്ക് ഒപ്പിടാൻ പറ്റില്ല എങ്കിൽ തീർച്ചയായിട്ടും അത് ഒഴിഞ്ഞു പോകുന്നല്ല, അത് പ്രത്യേകം ആ രേഖയിൽ, ആ ഡോക്യുമെന്റേഷൻ, ആ അപേക്ഷയിൽ വൈദികൻ പ്രത്യേകം രേഖപ്പെടുത്തണം, ഇത് ഇദ്ദേഹം ഒപ്പിട്ടിട്ടില്ല, ഒപ്പിടാൻ അല്ലെങ്കിൽ വാഗ്ദാനങ്ങൾ സമ്മതിക്കുന്നില്ല, എഗ്രി ചെയ്യുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് വൈദികൻ അവിടെ ഒപ്പിടണം. അതായത് രേഖപ്പെടുത്തിക്കൊണ്ട്. ചുരുക്കത്തിൽ ഒരു സ്റ്റാൻഡേർഡ് ഡിസ്പെൻസേഷൻ അപേക്ഷയ്ക്ക്, അതായത് ഒരു മിശ്ര വിവാഹത്തിന്റെ ആവശ്യകതകളെ കുറിച്ചുള്ള അവരുടെ ധാരണകൾ സ്ഥിരീകരിക്കുന്നതിന് രണ്ട് ക്ലയന്റുകളുടെയും, രണ്ട് വ്യക്തികളുടെയും ഒപ്പുകൾ ആവശ്യമാണ്. വീഡിയോ കുറച്ച് കൂടുതലായതുകൊണ്ട് ഏതൊക്കെ രാജ്യങ്ങളാണ് ഡിസ്പെൻസേഷൻ അനുവദിക്കുന്നതെന്ന് എങ്കിലും ചെറുതായിട്ട് പറയുകയാണ്. ലോകത്തിൽ ക്രൈസ്തവ മതം എവിടെയൊക്കെ ഏതൊക്കെ രാജ്യത്തുണ്ട് അവിടെയെല്ലാം ഈ ഡിസ്പെൻസേഷൻ അനുവദനീയമാണ്. ഡിസ്പെൻസേഷൻ അനുവദനീയമാണ്. 1983 വിശുദ്ധ ജോൺ പോൾ സെക്കൻഡ് കോഡ് എന്നറിയപ്പെടുന്ന ഡിസ്പെൻസേഷൻ ഫ്രം കാനോനിക്കൽ ഫോം നിലവിലുണ്ട്. ഏത് രാജ്യത്തും അത് അഡ്മിറ്റബിൾ ആണ് എന്ന് പറയാണ്. അതുപോലെ പല സഭകളിലും 1991 ഓർത്തഡോക്സ് സഭകളിലേക്ക് അത് അനുവദനീയമാണ്. എവിടെയും ഡിസ്പെൻസേഷൻ ഉണ്ട്. നമ്മൾ ആവശ്യപ്പെടുന്ന വൈദികനോട് ഡിസ്പെൻസേഷൻ ഓഫ് കാനോണിലെ ഡിസ്പെൻസേഷൻ ഫോം അല്ലെ, ഡിസ്പെൻസേഷൻ ഫ്രം കാനോനിക്കൽ ഫോം നമ്മൾ ആവശ്യപ്പെടണം. ഒരു മിശ്ര വിവാഹമാണെങ്കിൽ ഇനി വരുന്ന ലോകത്ത് ക്രൈസ്തവർ തന്നെ ആയിരിക്കില്ല. ആദിമകാലത്ത് എങ്ങനെയായിരുന്നു? ക്രൈസ്തവൻ വിവാഹം കഴിച്ചത് യഹൂദരിൽ നിന്നും മറ്റുള്ള മതങ്ങളിൽ നിന്നുമാണ്. ഇനിയുള്ള കാലവും അത് തന്നെയാണ്. ഇപ്പൊ ഇവിടെ തന്നെ നടക്കുന്ന ഏറ്റവും കൂടുതൽ മിശ്ര വിവാഹമാണ്. ആ മിശ്ര വിവാഹത്തിൽ കൂടുതലും തന്നെ നടക്കുന്നത് ഈ ഒരു തലത്തിലാണ്. അപ്പോൾ ഈ ഒരു കാര്യം സഭയ്ക്കറിയണം. സഭയ്ക്കറിയാനല്ല വേണ്ടത്, സഭയിലുള്ളവർക്കറിയണം. കാരണം തങ്ങളുടെ മോൻ, തങ്ങളുടെ മോൾ ആ ഒരു തലത്തിലേക്ക് പോകുമ്പോൾ ഈ ഒരു തലത്തിൽ ഒരു സംഭവമുണ്ട്, ഒരു ഡിസ്പെൻസേഷൻ ഉണ്ട്, ഒരു ഒഴിവ് കഴിവുണ്ടെന്ന് അറിയണം. എവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും നമുക്ക് കാണാം. ഡിസ്പെൻസേഷന്റെ കുറെ ഡീറ്റെയിൽസ് നൽകാം, എന്നാൽ ഞാൻ വളരെ ചുരുക്കിയാണ് പറഞ്ഞത്. 9ഓളം വീഡിയോകൾ നൽകേണ്ടത് ഞാനൊരു 4-5 വീഡിയോയിലേക്ക് തീർത്തത്. ഓക്കെ, താങ്ക് യു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധാത്മാ സാന്നിധ്യം നിങ്ങളുടെ ജീവിതത്തിലൂടെ ഉണ്ടാവട്ടെ എന്ന് ഞാൻ, അതുപോലെ തന്നെ ഹൈന്ദവരാണ് കാണുന്നതെങ്കിൽ, മുസ്ലിംസാണ് കാണുന്നതെങ്കിൽ അവർക്ക് സർവീസിന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്നുകൂടി പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. ഓക്കെ, താങ്ക് യു. Complete channel White Board. Please subscribe.